ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മാർച്ച് 23 തിങ്കളാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് റംസാന് മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 2 ദിവസം പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഇത്തിരി തിരക്കായിരുന്നു. പക്ഷേ ആ ദിവസം ബാക്കിയുള്ള 2 ദിവസം തിരഞ്ഞെടുത്തത് അബദ്ധമായി പോയെന്ന് തോന്നി. കാരണം വെച്ചാൽ ആ 2 ദിവസം അത്യാവശ്യം നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4:36 ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം തന്നെ ഓൺലൈനാക്കിയാണ്. വണ്ടി ഓൾറെഡി ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി പെർഫെക്റ്റാണ്. അപ്പോൾ നമുക്കിനി ആപ്പ് ഓൺ ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് മൊബൈലിൽ ആപ്പുകളൊക്കെ ഓൺ ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് യൂബർ ഓൺ ചെയ്യാം. യൂബറിൽ കുഴപ്പമില്ല, അത്യാവശ്യം സർജിൻ്റെ ഒരു മോഡൽ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് ഓപ്പർച്യൂണിറ്റീസിൽ വല്ല റിസർവേഷൻ കിടക്കണ്ട നോക്കാം. ഓപ്പർച്യൂണിറ്റിയിൽ റിസർവേഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്നല്ല, വീടിൻ്റെ അടുത്തൊന്നും ഒന്നുമില്ല കേട്ടോ. എല്ലാം എറണാകുളത്തു നിന്നാണ്. ട്രാൻസ്പോർട്ട് സംബന്ധമായിട്ടുള്ള മറ്റേ ഇതാണ്, വൈറ്റില ഹബ്ബ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് യൂബർഗോ ഓഫ് ചെയ്തിട്ടേക്കാം. കാരണം വെച്ചാൽ ഒരു പക്ഷേ യൂബർഗോ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോങ് പിക്കപ്പ് ആയിരിക്കും അടിക്കുന്നത്, വണ്ടി കുറവായിട്ടെ. അപ്പോൾ യൂബർഗോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുനിന്ന് ഏതെങ്കിലും ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. മീൻസ് ഒരു റഡാർ പോലെ കാണിക്കും. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് വെഹിക്കിള് ചൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാനേ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി ഓടിച്ചായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതുപോലെ ട്രിപ്പ് റഡാർ അടിക്കും. പബ്ലിക് സ്കൂൾ ലിമിറ്റഡ് ടു 1 റിക്വസ്റ്റ് ഫയൽ ഡ്രൈവിംഗ്. ഇതെല്ലാം കണ്ടില്ലേ, ലോങ് പിക്കപ്പ് അടിക്കുന്നത്. അതാണ് പ്രശ്നം. നമുക്ക് ലോങ് പിക്കപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ 4, 3, 7, 8, 16 നഷ്ടമാണ്. നമുക്ക് മിനിമം അടുത്തുനിന്ന് മീൻസ് 20 രൂപ വെച്ചെങ്കിലും കിട്ടണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. 20, 15 രൂപ വെച്ചെങ്കിലും ഇത് അതുപോലും ഇല്ല. ഓക്കെ, ഇത് ഏകദേശം 12 രൂപ റേഞ്ച് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് അടുത്ത ആപ്പ് ഓൺ ചെയ്തേക്കാം. നമുക്ക് റാപ്പിഡ് ഓൺ ചെയ്തേക്കാം. ചിലപ്പോൾ അത് അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. റാപ്പിഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് കാറ്റഗറി മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ 2 ആപ്പുകളാണ് നമ്മൾ നിലവിൽ ഓൺ ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ കേരള സഫാരിയും കൂടെ ഓൺ ചെയ്തിട്ടേക്കാം. ഇന്ന് കേരള സഫാരിക്കുള്ള ചാൻസും വളരെ വിദൂരമല്ല, അതും ചാൻസുള്ള കേസാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ 3 ആപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. കേരള സഫാരി ആൻഡ് റാപ്പിഡോ, മെയിനായിട്ട് യൂബർ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്ന് അത്യാവശ്യം നല്ല ട്രിപ്പുള്ള ദിവസമായിരിക്കുള്ളൂ. ഏകദേശം 10 മണി 11 മണി വരെ അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കേണ്ട ട്രിപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ യൂബർഗോ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ട്രിപ്പ് റഡാറായിട്ട് ട്രിപ്പുകൾ ഓരോന്നും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ കുറേ ട്രിപ്പുകൾ ഇങ്ങനെ റഡാറായിട്ട് വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ ഞാൻ നിൽക്കുന്ന അടുത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ മാറി മുപ്പത്തടം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കളമശ്ശേരി ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ചാടി എടുത്തു. കാരണം വെച്ചാൽ ആ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അത് ഞാൻ എപ്പോഴും എടുക്കാറുള്ളൊരു ട്രിപ്പാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ. ഓക്കെ, അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കളമശ്ശേരിയിൽ നിന്ന് എങ്ങനെ പോയാലും കാക്കനാട് റേഞ്ചിലേക്ക് ട്രിപ്പ് കിട്ടുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ട്രിപ്പ് എടുത്തു. അതിന് ശേഷം കാക്കനാട് പടമുകളിലേക്ക് ട്രിപ്പ് കിട്ടി. മറ്റേ പടമുകളിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ എടത്തലയിൽ വന്ന് നിൽക്കണം. മീൻസ് എടത്തലയിൽ വന്ന് ഡ്രോപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ട്രിപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. സാധാരണ ഈ സമയത്ത് വെയിറ്റിംഗ് വരാറില്ല തിങ്കളാഴ്ച ദിവസം. ഇന്നിപ്പോൾ ഇവിടുന്ന് ട്രിപ്പടി കുറവാണെന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് ലോങ് പിക്കപ്പാണോ അടിക്കണേന്ന് പറയാൻ പറ്റില്ല. കാരണം
എല്ലാ ഫോണാണ് മറ്റേ റാപ്പിഡ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. റാപ്പിഡോയിൽ ഇപ്പോൾ എയർപോർട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭയങ്കര റേറ്റ് കുറവ് റാപ്പിഡോയിലൊക്കെ. ആ റേറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മുതലാവത്തില്ല. ഇപ്പം നമ്മൾ 3 ട്രിപ്പിൽ 451 രൂപ കിട്ടിയിട്ടുണ്ട്. 3 ട്രിപ്പിലും കൂടെ 451 രൂപ. ആകപ്പാടെ ഒരു ട്രിപ്പ് മാത്രമാണ് അത്യാവശ്യം റേറ്റ് കൂടുതലുള്ളത്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഷോർട്ട് പിക്കപ്പ് ആയ അത്രയും നല്ലത്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ അതെ നമ്മുടെ ഓട്ടം ഏകദേശം 10:30 ആയപ്പോഴത്തേക്കും ഒതുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മൾ 10 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 10 അല്ലേ? അല്ല സോറി, 9 ട്രിപ്പുകൾ എടുത്തിട്ടുണ്ട്. 1819 രൂപ. അതായത് ഇറങ്ങിയ ടൈമെന്ന് പറയുന്നത് ഏകദേശം 5:30 മണിക്കാണ് ആദ്യത്തെ ട്രിപ്പ് കിട്ടുന്നത്. 5:30 മണിക്ക് ആദ്യത്തെ ട്രിപ്പ് എടുത്തു. അതിനുശേഷം കുറച്ച് 2-3 ട്രിപ്പ് വേറെ എടുത്തു. പിന്നെ ഇടത്തല ഭാഗത്തെത്തിയപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഗ്യാപ്പ് വന്നു. പിന്നെ ഇടത്തലേന്നല്ല, മറ്റേ പുക്കാട്ടുപടിയിൽ നിന്ന് ആണ് കിട്ടിയത്. പുക്കാട്ടുപടിയിൽ നിന്ന് ചെമ്പറയ്ക്ക്, പിന്നെ അവിടെ നിന്ന് അങ്കമാലി ടു ലിസി ഹോസ്പിറ്റൽ, അങ്ങനെ ലോങ് അടിച്ച് ഇപ്പോൾ നമ്മുടെ എറണാകുളം എവിടെയാണ്, ഈ ദർബാർ ഹാളിൻ്റെ ആ റേഞ്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1819 രൂപ. 9 ട്രിപ്പ് 1819 രൂപ. ആക്ച്വലി ഇത് ഈ സമയമാകുമ്പോൾ എല്ലാ ദിവസം ഈ സമയത്ത് ഇത്ര എമൗണ്ട് കിട്ടണമെന്ന് ചാൻസ് ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം സാധാരണ ഒരു 1500 1600 ആ റേഞ്ച്, 1500 എങ്ങനെയായാലും വരാറുണ്ട് തിങ്കളാഴ്ച ദിവസം. ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ച് എപ്പോഴും ഉണ്ടാവും. 1500 2000 എന്നീ എമൗണ്ടുകൾ ഏകദേശം തിങ്കളാഴ്ച ദിവസം ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വരാറുണ്ട്. പിന്നെ ഇന്ന് വേറൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ നോക്കിയാൽ കാണാം ഏകദേശം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് സർജില്ല കേട്ടോ. ഇത് ഉള്ളത് ഓപ്പോസിറ്റ് ദ്വീപായ വില്യംടൺ ഐലൻഡിൽ സർജ് ഉണ്ട്. അതേപോലെ തന്നെ ഫോർട്ട് കൊച്ചി തോപ്പുംപടി റേഞ്ചിലും നല്ല സർജ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്ന് കുറച്ചും കൂടെ എഫക്റ്റ്, ഞാനിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ട്രിപ്പ് ഇത്തിരി ഡിലേ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അതേസമയം വൈറ്റില അല്ലെങ്കിൽ എടപ്പള്ളി, കാക്കനാട് ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും വണ്ടി. ഇപ്പോൾ ഇന്ന് സാധാരണ തിങ്കളാഴ്ചയുടെ ഓട്ടം മാത്രമല്ല ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ദിവസം, അതായത് വെള്ളിയാഴ്ച റംസാനായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാലറിയാം, ഞാൻ റംസാനാണ് ഓടിയേക്കുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ. ആ വീഡിയോയിൽ അത്യാവശ്യം എർണിങ്സ് ഉണ്ടായത് 3300 ചില്ലാൻ രൂപ. ഏകദേശം വൈകുന്നേരം 4 മണി 5 മണി ആ റേഞ്ചിലെങ്ങാണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് റംസാൻ നടന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പൊതുവെ ഏകദേശം പൊതുവെ ഈ കൊച്ചിയിലുള്ള എംപ്ലോയീസ്, കൊച്ചിയിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ വ്യാഴാഴ്ച വൈകുന്നേരം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകാറുണ്ട്. അതായത് അവധി ആഘോഷിക്കാൻ, മീൻസ് ഈ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ആ ടൈമിലാണ് വീട്ടിൽ അധികം നേരം ചിലവാക്കാൻ പറ്റിയവർക്ക്. അത് വെള്ളിയാഴ്ച ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ശനിയാഴ്ച അവധി ഇല്ലെങ്കിൽ പോലും ആ ശനിയാഴ്ചയും കൂടെ അവധി എടുത്ത് അവർ വീട്ടിൽ പോയിട്ട് ഏകദേശം 3 ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റും അവർക്ക്. എന്നിട്ട് തിങ്കളാഴ്ച ഏർലി മോർണിംഗിൽ എത്താൻ പാകത്തിനാണ് അവർ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് ഈ തിങ്കളാഴ്ചത്തെ വരുമാനം കൂടുന്നതിനുള്ള കാരണം. പക്ഷേ ആ ഒരു വരുമാനം ചിലപ്പോൾ ചൊവ്വാഴ്ച കാണണമെന്നില്ല, ബുധനാഴ്ച ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും. മീൻസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ മെയിനായിട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ഗുണമുള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ ഈ നോമ്പ് സീസൺ, മറ്റേ പെരുന്നാൾ സീസൺ ആയതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഡിലേ ആയത്. അതായത് ഒട്ടും ഓട്ടമില്ലാത്ത രീതിയിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത് കുറച്ചും കൂടെ ഓട്ടം കിട്ടാൻ സാധ്യതയുള്ളത് പിന്നെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നാണ്. നമ്മുടെ ഇവിടെ ഉള്ളത് ഇത് വെൻസ് റോഡിലുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നാണ് ഓട്ടം കിട്ടാൻ സാധ്യത ഉള്ളത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അത് പോവേണ്ട വഴികൾ കുറച്ച്
നമ്മൾ ബുദ്ധിപൂർവമായിട്ട് പോകണം. കാരണം വെച്ചാൽ വല്ല തൃപ്പൂണിത്തറ ഫോട്ടോ വെച്ച് ആ ഭാഗത്തേക്കാണ് പോകണമെങ്കിൽ അതിന് വേറെ വഴിയും അത് പിക്ക് ചെയ്യാൻ പോണത്. കാരണം വെച്ചാൽ അവിടെ വളയ്ക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കറങ്ങേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പോകുന്ന ഡയറക്ഷൻ തെറ്റാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. എങ്ങോട്ടേക്കാന്ന് വല്ല എടപ്പള്ളി ആ സൈഡിൽ, എടപ്പള്ളി അല്ല മറ്റേ ഫോട്ടോ വെച്ച് കിട്ടിയാലും ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. കാരണം അവിടെ പിന്നാലെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നേക്കണതുകൊണ്ട് അത്യാവശ്യം ഓട്ടോ അവിടെ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രിപ്പ് കിട്ടിയത്. പക്ഷെ അതൊരു റഡാർ ട്രിപ്പായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്തത്. കാരണം വെച്ചാൽ ആ ട്രിപ്പ് പാനക്കുളം, അതായത് എൻ്റെ വീടിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ റേഡിയസിലായിരുന്നു ആ ട്രിപ്പ്, ആ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്തു. റഡാർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് തന്നെ കിട്ടി. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് മീൻസ് ഉച്ചഭക്ഷണം കഴിക്കാമല്ലോ എന്ന രീതിയിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത് ഡീസലൊന്നും അടിക്കണം. ഡീസൽ കുറവാണ്. ഇനിയിപ്പോൾ ട്രിപ്പിന് പോകണമെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡീസൽ വേണം. അപ്പോൾ ഡീസലൊന്നും അടിക്കണം. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പിന് 328 രൂപയാണ് കിട്ടിയത്. ഇപ്പോൾ മൊത്തം 10 ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഡീസൽ അടിച്ചിട്ട് നമുക്ക് അവിടെ വെച്ചൊന്ന് ഓൺ ചെയ്യണം. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മീൻസ് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ റൂമിൽ ചെന്ന് നമുക്ക് വിശ്രമിക്കാം. അവിടെ ഇട്ട് ഓൺ ചെയ്തിട്ട് വിശ്രമിക്കാം. ഒന്നില്ലെങ്കിൽ റൂമിലേക്ക് പോകാനുള്ള മൈൻഡാണെങ്കിൽ ഞാൻ ഡെസ്റ്റിനേഷൻ ഇടും. മറ്റേ എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് റൂമിൽ ചെന്ന് വിശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡീസൽ അടിച്ചിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു, റൂമിലേക്ക് പോകുന്നു ഡീസൽ അടിച്ചതിനിട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ ഓൺ ചെയ്തായിരുന്നു, പമ്പിൽ വെച്ച് ഞാൻ ഓൺ ചെയ്തായിരുന്നു. പക്ഷേ ഓൺ ചെയ്തപ്പോൾ ഒരു ട്രിപ്പ് റഡാർ മീൻസ് ട്രിപ്പ് റഡാറിൽ ഒരു ട്രിപ്പ് കയറി വന്നായിരുന്നു കളമശ്ശേരിയിലേക്ക്. പക്ഷേ ഈ വെയിലത്ത് പോയി പിന്നെ കിടക്കണമല്ലോ എന്നാലോചിച്ചപ്പോൾ ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ ഇനി നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട്, അതായത് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് വീണ്ടും 3 മണിക്ക് ഓൺലൈനാക്കി റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണത്. വൈകുന്നേരത്തെ ട്രിപ്പ് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഡീസൽ കുറവായിരുന്നു വണ്ടിക്കകത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1500 രൂപയുടെ ഡീസൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ 2100 എയർലൈൻസ് ആയിട്ടുള്ളൂ. ഇനി ഒരു 1500 രൂപയ്ക്കും കൂടെ ഓടാനേ പറ്റത്തുള്ളൂ. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3500 ആ റേഞ്ച് നമുക്ക് ഇന്ന് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡീസൽ കഴിഞ്ഞ ഇതിൽ ഡീസൽ അടിച്ചത് വളരെ പറ്റിയപ്പോൾ ഡീസൽ അടിച്ചത്. അതിൻ്റെ ഒരു ഷോർട്ടേജാണ് ഈ വന്നേക്കുന്നത്. ഇപ്പോൾ ടൈം 1:53 ആയിട്ടുണ്ട്. ഒരു 3 മണി വരെ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ 3 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ആപ്പ് ഓൺലൈൻ ആക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 3 മണിക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ചെറിയൊരു പണി കിട്ടി. നമ്മൾ 3 മണിക്ക് അലാറം വെച്ച് കിടന്നിട്ട് അതായത് അലാറം ശബ്ദവും കേട്ടില്ല, ഒന്നും കേട്ടില്ല. പക്ഷേ എഴുന്നേറ്റത് 4:20 ആയി. ഓക്കെ, ഇപ്പോൾ അത് ആപ്പ് ഓൺ ചെയ്യാൻ പോകണുള്ളൂ. ഇപ്പോൾ അത് സമയം നോക്കിയേ ഗൈസ്, 4:27 ആയി. 3 മണിക്ക് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി ഞാൻ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ബുക്ക് ഇത് ചെയ്യാം കേട്ടോ, ഓൺലൈനാക്കാം. അപ്പം അതുപോലെ തന്നെ യൂബറിനകത്ത് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സർജോ കാര്യങ്ങളൊന്നുമില്ല. ആരുവിടെ ചില ഭാഗങ്ങളിൽ മാത്രം ഉള്ളിലേക്ക് കയറി രാജഗിരി ആ റേഞ്ചിലൊക്കെ സർജുള്ളൂ. ഓക്കെ, അടുത്ത റാപ്പിഡോ. റാപ്പിഡ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്.
അപ്ഡേഷൻ വന്നാലും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ പാക്കട്ടും. ഓക്കെ, റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാം കേട്ടോ. ഏതിലാണ് ട്രിപ്പ് അടിക്കണേന്ന് നോക്കാം. വാവ്, ചിറങ്ങമംഗലോ, ഇതെവിടെയാണ്? ട്രിപ്പ് റഡാർ വന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഓ ഗൈസ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ട്രിപ്പ് റഡാറൊക്കെ അടിക്കണ്ട്. നമുക്കപ്പോൾ ഏതിലാണ് ഫസ്റ്റ് ട്രിപ്പ് അടിക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ എത്തി. എവിടെയാണ്? അതായത് എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ എത്തിയിട്ടുണ്ട്. 5 കിലോമീറ്റർ 4 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ഞാൻ വൈകുന്നേരം 4:30 എടുത്ത ട്രിപ്പ് കൈപ്പട മുകളിലേക്ക്. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നല്ല പോലെ ഡിലേ വന്നു. അടുത്ത ട്രിപ്പ് കിട്ടാൻ മീൻസ് ട്രിപ്പ് കിട്ടണ്ടായില്ല. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഏകദേശം 6 മണിയായപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഡെസ്റ്റിനേഷൻ ഇടാൻ വിചാരിച്ചു. കാരണം വെച്ചാൽ ഇനി എറണാകുളം സൈഡിലേക്ക് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോണ കാര്യം ഡൗട്ടാണ്. മീൻസ് നമ്മൾ കാലടിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡെസ്റ്റിനേഷൻ ഇട്ടു. പക്ഷേ ഡെസ്റ്റിനേഷൻ വർക്കാവുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ആ സമയത്ത് ഒരുപാട് ഡ്രൈവേഴ്സ് ഈ ഫീച്ചേഴ്സ് ഇട്ടേക്കണതുകൊണ്ട് തന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ അപ്രൂവൽ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് പോലും ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായില്ല. പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. മീൻസ് എൻ്റെ റൂമിലേക്കുള്ള ഡെസ്റ്റിനേഷൻ വെച്ചത്. അപ്പോൾ തന്നെ ട്രിപ്പ് റഡാറിലാണ് ആദ്യത്തെ ട്രിപ്പ് വന്നത്. അത് കളമശ്ശേരി സൈഡിലേക്കാണ് ആദ്യത്തെ ട്രിപ്പ് റഡാർ വഴി കയറി വന്നത്. അത് അപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് വായത്തിന് കിട്ടി. പിന്നെ അത് പൈപ്പ് ലൈൻ റോട്ടിലായിരുന്നു കേട്ടോ. പിന്നെ പൈപ്പ് ലൈൻ റോട്ടിൽ നിന്ന് നമുക്ക് ടൗൺ ഹാൾ ജംഗ്ഷൻ ആലുവ അങ്ങോട്ടേക്ക് ട്രിപ്പ് കിട്ടി. പിന്നെ ആലുവയിൽ നിന്ന് ഇപ്പം മാളിയമ്പടിക്ക് മുമ്പായിട്ട് മറിയപ്പടിയിലേക്ക് ട്രിപ്പ് കിട്ടി. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് പോകാനായിട്ട് ആകപ്പെടെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. കൂടിപ്പോയി ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ നേരെ റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് ഞാനിപ്പോഴും ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ വല്ല ചെറിയ ഷോർട്ട് ട്രിപ്പ് വല്ലതും വന്നു കഴിഞ്ഞാൽ എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ 2710 രൂപ കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു 3500 രൂപ. എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഡീസലും ഉണ്ട്. പക്ഷേ ഞാൻ ഉച്ചക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, അത് സീനില്ല. പക്ഷേ അതിന് ശേഷം റൂമിൽ ചെന്നിട്ട് വിശ്രമിക്കാനെടുത്ത തീരുമാനമാണ് എനിക്ക് പറ്റിയ ചെറിയൊരു ഫോൾട്ട്. കാരണം വെച്ചാൽ ആ സമയത്ത് കളമശ്ശേരിയിലേക്ക് ട്രിപ്പ് അടിച്ച് അത് കണ്ടിന്യൂസ് മീൻസ് ട്രിപ്പ് റഡാറാണ്. അത് നമ്മളെടുത്ത് കണ്ടിന്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 3500 എനിക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല മീൻസ് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഇന്ന് വന്നിട്ടുണ്ട്. ഏകദേശം കിലോമീറ്ററിന് 14 രൂപ. ഞാൻ ആലുവയിൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട്, അതായത് എൻ്റെ റൂമിലേക്ക് കാലടിക്കാനുള്ള കിലോമീറ്ററും കൂടെ കണക്കൂട്ടി നോക്കിയപ്പോൾ 14 രൂപ വന്നിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പും കൂടെ കൂട്ടുമ്പോൾ എത്രയെന്ന് അറിയത്തില്ല, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഏകദേശം 14 ട്രിപ്പോളം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ട്രിപ്പും കൂടെ വന്നിരുന്നെങ്കിൽ കറക്റ്റ് 3000 അടിക്കായിരുന്നു. അത് പക്ഷേ 200 ചില്ലാൻ രൂപയുടെ ട്രിപ്പ് ആയിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ, അതായത് 230 രൂപയുടെ ട്രിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 132 രൂപയുടെ ട്രിപ്പ്, ഒരു 158 രൂപയുടെ ട്രിപ്പ്, 104 രൂപയുടെ ട്രിപ്പ്, 104 രൂപയുടെ ട്രിപ്പാണ് ഞാൻ ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് ആദ്യത്തെ ട്രിപ്പ് കിട്ടിയത്. ഓക്കെ, പിന്നെ കാമ്പള്ളി റോഡ്, ഇതാണ് മറ്റേ ഉച്ചയായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് എടുത്തത്. അത് ചെറിയ ട്രിപ്പായിരുന്നു, 167 രൂപയുടെ. ഓക്കെ, അപ്പം ഇനി ഡെസ്റ്റിനേഷൻ്റെ ടൈമെല്ലാം കഴിഞ്ഞിട്ടാ, ഡെസ്റ്റിനേഷൻ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല, നേരെ ആപ്പ് ഓഫ് ചെയ്യണതാണ്.
ഓക്കെ, ഇനി ആപ്പ് ഓഫ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. കാരണം വെച്ചാലേ ഇനി അധികം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നഷ്ടമായി പോകും. ഇത്രയും തന്നെ ലാഭത്തിൽ എത്തിക്കാൻ പറഞ്ഞ പാട് നമുക്കറിയത്തുള്ളൂ. കാരണം ലക്കാണ് ഈ വീടിൻ്റെ അടുത്ത് വരെ ഓട്ടം കിട്ടുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ലക്കാണ്. അതും സിറ്റിയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഉള്ളിലേക്ക് കയറി താമസിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ ട്രിപ്പ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. അപ്പോൾ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇത് ക്ലോസ് ചെയ്തിട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആപ്പുകളെല്ലാം തന്നെ ഓഫാക്കി ഇനി നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്, ചിലപ്പോഴേ ഇറങ്ങത്തുള്ളൂ. നാളത്തെ കാര്യം നാളെ നോക്കേണ്ടി വരും. കാരണം വെച്ചാൽ രാവിലെ എന്തായാലും അത്യാവശ്യം ട്രിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഒരു 10 മണി ആ റേഞ്ച് വരെ ഉണ്ടാകത്തുള്ളൂ നല്ലപോലെ ട്രിപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അപ്പോൾ ഇന്ന് ഉച്ചക്ക് അടിച്ച ഡീസൽ നാളെ തീർക്കാൻ നോക്കണം. നാളെ ഓടി തീർക്കാൻ നോക്കണം. എന്ത് പറയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ചെറിയ രീതിയിൽ ലാഗ് അടിക്കണമെന്ന് എനിക്കറിയാം. ബട്ട് ഞാനിപ്പോൾ ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പനിയാണ്. അപ്പോൾ കുറച്ച് തപ്പിപ്പിടുത്തവും മീൻസ് വീഡിയോ ചെയ്യുമ്പോൾ ഇത്തിരി തപ്പലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് ഒന്ന് റെഡിയാക്കി വന്നം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെ. ഇനി പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്.